അപ്പോൾ കുറേ നാളായിട്ട് നടക്കുന്ന ആ ഒരു ക്ലബ് സെല്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു നാടകത്തിന് ഇന്നുകൊണ്ട് തിരശീല വീണിരിക്കുന്നു. 25% ഷെയർസ് ജിം റാറ്റ്ക്ലിഫ് അളിയൻ മേടിച്ചിരിക്കുകയാണ്. ഗ്ലേസേഴ്സിൻ്റെ കയ്യിലുള്ള ആ ഒരു 67-69 എന്നാണ് പറയുന്നത്. അപ്പം അത്രയും പെർസെൻറ്റേജ് ഷെയർ ചെയ്യുന്ന 25% ജിം റാറ്റ്ക്ലിഫ് അല്ലെങ്കിൽ ഇനിയോസ് മേടിച്ചിരിക്കുന്നു. ഇത് കൂടാതെ ബാക്കിയുള്ള ആ ഒരു ക്ലാസ് ബി അല്ലെങ്കിൽ ക്ലാസ് എ ഷെയറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു 25% കൂടെ ഇവർ മേടിക്കും. അങ്ങനെ അപ്പോൾ ഇത്രയും ഷെയർ ആയിരിക്കും ടോട്ടൽ ഇനിയോസ് അക്വയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് കൂടാതെ ഒരു $300 മില്യൺ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലബിലേക്ക് ഇനിയോസ് നടത്തും. അപ്പം ഇതാണ് ഇപ്പം ലേറ്റസ്റ്റ് കിട്ടിയിരിക്കുന്ന ന്യൂസ്. ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷിക്കണോ കരയണോ, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം നമ്മൾ ഇത് ആദ്യം മുതലേ ഈ ഒരു ജിം റാറ്റ്ക്ലിഫ് ഈ ഒരു 25% ഷെയർ മേടിക്കുമെന്ന് പറഞ്ഞപ്പം മുതൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു റോഡ് മാപ്പ് കാണും ക്ലബിനെ ഇവഞ്ച്വലി ഇവരെ മേടിക്കുക എന്ന് പറയുന്ന ആ ഒരു റോഡ് മാപ്പിലേക്ക് എത്തിച്ചേരുന്ന എന്തെങ്കിലും ക്ലോസ് ആഡ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ യാതൊരുവിധ ക്ലോസും ഇല്ല. ഫസ്റ്റ് റിജക്ഷൻ ഏതാണ്ടുള്ള ഒരു ചാൻസ് ഉണ്ട് ഈ ഒരു ഇനിയോസിന്. കാരണം ഗ്ലേസേഴ്സിന് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവരുടെ ഷെയർ വിൽക്കാം അല്ലെങ്കിൽ വിൽക്കാതിരിക്കാം. വിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് ആദ്യം വേണമെങ്കിൽ ഇനിയോസിനെ റിപ്പോർട്ട് ചെയ്യാം. ഇനിയോസിനോട് പറയാം, ഞങ്ങളിത് വിൽക്കാൻ പോവുകയാണ്, ഇന്നതാണ് വില, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മേടിക്കാം, ഇല്ലെങ്കിൽ അടുത്ത ആളെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. അപ്പം ഈ രീതിയിലാണ് ഡീൽ നടന്നിരിക്കുന്നത്. എനിക്ക് ഈ ഒരു ഡീലിൽ ഗ്ലേസേഴ്സ് ഇവിടെ തുടരും എന്നുള്ള ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു രീതിയിലുള്ള ഒരു സന്തോഷവും എനിക്ക് തോന്നുന്നില്ല. ക്ലബ്ബ് ചിലപ്പം ഫുട്ബോളിംഗ് ഓപ്പറേഷനൊക്കെ ഇവർ തന്നെയായിരിക്കും, ഇനിയോസ് ആയിരിക്കും ഇനി മുതൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അതുകൊണ്ട് ഫുട്ബോളിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ മേജർ ഫുട്ബോളിംഗ് ഡിസിഷൻ്റെ കാര്യത്തിൽ കുറച്ച് നല്ല ഡിസിഷൻസ് ഒക്കെ കണ്ടേക്കാം. പക്ഷേ ഗ്ലേസേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ക്യാൻസർ അത് ക്ലബിൽ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോക്കിയാൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ വരുന്നു. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ ജസ്റ്റ് മുന്നേ ആണ് ഈ ഒരു ടേക്ക് ഓവർ അല്ലെങ്കിൽ ആ ഒരു പാർഷ്യൽ ടേക്ക് ഓവർ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ യുണൈറ്റഡ് അല്ലെങ്കിൽ ഈ ഒരു ഫുട്ബോളിംഗ് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പോകുന്ന ഇനിയോസ് വലിയ ഡിസിഷൻസ് അല്ലെങ്കിൽ വലിയ ട്രാൻസ്ഫറുകളൊന്നും നടത്തും എന്നുള്ള യാതൊരു രീതിയിലുള്ള പ്രതീക്ഷയില്ല. കാരണം അവർക്കിവിടെ വന്നിട്ട് അവരുടേതായ ആൾക്കാരെ ആദ്യം ഫുട്ബോൾ ഡയറക്ടർ അല്ലെങ്കിൽ ആ മേജർ ഡിസിഷൻ എടുക്കുന്ന ഭാഗത്തേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവർ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓൾറെഡി അവിടെയുള്ള ജോൺ മേർട്ടർ ആൻഡ് ടീം ഓൾറെഡി കുറേ ആൾക്കാരെ ചിലപ്പോൾ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻസ് ഒക്കെ അവരുടെ കയ്യിൽ കാണും. പക്ഷേ ആ പ്ലാൻ അനുസരിച്ച് ഒരിക്കലും ഇവർ ചെയ്യും എന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അങ്ങനെ ചെയ്യരുത്. കാരണം ഓൾറെഡി ചെയ്ത് ഇവിടെ എന്നാ പറയുന്നത്, ക്ലബിനെ നാശത്തിൻ്റെ ഒരു ലിമിറ്റൊക്കെ ഇല്ല, അതിൻ്റെ ഏറ്റവും താഴത്തെ ലെവൽ വരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഡിസിഷൻ അനുസരിച്ച് ഒരിക്കലും ജിം റാറ്റ്ക്ലിഫിൻ്റെ ടീം വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയ ട്രാൻസ്ഫറിനെ കുറിച്ചൊന്നും ആരും എന്നാ പറയുന്നത് ആ ഒരു ഹോപ്പ് വെക്കേണ്ട കാര്യമില്ല. അപ്പം ഇവരത് ചെയ്യാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അവർ വരട്ടെ, അവർ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മേജറായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ അവർ വരുത്തട്ടെ. നമുക്കറിയാം ടെൻഹാഗിൻ്റെ സ്ഥിതിയൊക്കെ ഭയങ്കര മോശമാണ്. ടെൻഹാഗ് ഈ രീതിയിൽ, ഞാനൊക്കെ ടെൻഹാഗിനെ ബാക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്, ഒരു ഫ്ലാഗ് ബെയറർ എന്ന് തന്നെ പറയാം. അപ്പം നമ്മൾ ടെൻഹാഗിൻ്റെ കാര്യം നോക്കിയാലും ടെൻഹാഗ് ഈ രീതിയിൽ മത്സരങ്ങൾ തോറ്റുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുന്നോട്ട് എനിക്കറിയത്തില്ല. ടെൻഹാഗിനെ നമുക്ക് ഇപ്പം നമ്മൾ എത്ര ബാക്ക് ചെയ്തെന്ന് പറഞ്ഞാലും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ആയതുകൊണ്ട് തന്നെ ടെൻഹാഗ് ആയിരിക്കും ആദ്യത്തെ ഒരു എര. ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ ഏറ്റവും ആദ്യത്തെ പ്രോബ്ലി ടെൻഹാഗ് ആയിരിക്കാം. അതാകരുത് എന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആകരുതെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും ലാസ്റ്റ് ഇവഞ്ച്വലി എത്താൻ പോകുന്ന ഒരു എൻഡെന്ന് പറയുന്നത് അതായിരിക്കും. ബാക്കിയുള്ള ക്ലിയർ ഔട്ട്സും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നമ്മൾ ഇവരുടെ ആൾക്കാരൊക്കെ വന്ന് പോൾ മിച്ചലാണോ, ജാൻ ആഷ്വർത്താണോ, ആരാണോ വരുന്നത്, അല്ലെങ്കിൽ ക്ലോഡ് ബ്ലാങ്ക്, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് ഡിസിഷൻസ് ഒക്കെ എടുക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു ഹോൾ ടേക്ക് ഓവറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ. വേറൊരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഈ ഒരു ടേക്ക് ഓവർ അതിനകത്തൊരു റോഡ് മാപ്പ് ഇല്ല. ഇപ്പം ഒരു ഫുൾ ഷെയർ അല്ലെങ്കിൽ ഫുൾ ഓണർഷിപ്പിലേക്ക് എത്താൻ വേണ്ടി ഒരു റോഡ് മാപ്പ് ഇല്ലാത്ത ഒരു ടേക്ക് ഓവറാണ് ഇപ്പം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഖ് ജാസിം ഇതിനകത്തുനിന്ന് പിന്മാറിയത് ഇതുകൊണ്ട് തന്നെയാണ്. ഇവർക്ക് വിൽക്കാൻ താല്പര്യമില്ല, ഗ്ലേസേഴ്സിന് വിൽക്കാൻ താല്പര്യമില്ല, ക്ലബ്ബ് വിൽക്കാൻ യാതൊരു രീതിയിലുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അവർ പറയും 7 ബില്യൺ 8 ബില്യൺ ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പല ഇംഗ്ലീഷ് മീഡിയം.
അതൊന്നും അല്ല കേസ്. അവരുടെ ഒരു ഡീലിങ് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ഇത് ക്ലബ്ബ് വിൽക്കാനുള്ള ഉദ്ദേശമല്ല ഇവരുടെ എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ഒരു ഭയങ്കര ഒരു എന്നാ പറയുന്നത് വലിയൊരു എമൗണ്ടൊക്കെ വെച്ചിട്ട് ഒരു റോഡ് മാപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തൊരു സംഭവമൊക്കെ വെച്ചേനെ. അപ്പോൾ അവർക്കതല്ല വേണ്ട. അവർക്ക് ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബിൻ്റെ ചോര മുഴുവനും ഊറ്റി കുടിച്ച് മതിയായിട്ടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. പിന്നെ ക്രിസ്മസ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ബൈ ഗൈസ്.